അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അലിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എൻ്റെ റബ്ബേ, മനസ്സിന് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. മോനെ, ഉമ്മ വിളിക്കുന്നു. മോനെ അലി. ആ, എന്തോ ഉമ്മ? മോനെന്താ ഇന്ന് ഷോപ്പിൽ പോകുന്നില്ലേ? ഉമ്മ, അത് എന്താടാ, ഒരു ദിവസം പോലും ഷോപ്പ് ലീവാക്കാത്ത നീ എന്താ ഇന്ന് പോകാത്തത്? സമയം 8 മണിയായിട്ടും അവിടെ തന്നെ പള്ളിയിൽ പോയിട്ട് നേരെ റൂമിലേക്ക് പോയതാണല്ലോ. എന്തു പറ്റി? ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അലിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. മക്കളെ, ഉപ്പച്ചി എന്താ വരാത്തത്? ഉമ്മമ്മ, ഉപ്പച്ചി അവിടെ കിടക്കുകയാണ്. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി? ഉമ്മ നേരെ റൂമിലേക്ക് പോയി കിടക്കുന്ന മകനെ തൊട്ടു നോക്കി. അല്ലാ, പനിയൊന്നുമില്ലല്ലോ. ചെറുതായിട്ടൊരു ചൂടുണ്ടോ? അറിയുന്നില്ല. പഠിച്ചോനെ. മോനെ, ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ടമ്മ. അല്ല, മോള് സാജി വരുമോ ഇന്ന്? ആ, കൊണ്ടുവരാൻ പോകേണ്ടി വരില്ലേ? എന്തായാലും ഓളെ ഉമ്മാക്ക് പെട്ടെന്ന് ഷിഫാക്കി കൊടുക്കട്ടെ പഠിച്ചോന്. അല്ലാതപ്പോൾ അല്ലെങ്കിൽ സാജി ഇല്ല ഞങ്ങൾക്ക് കഴിയൂലല്ലോ അല്ലേ? ഒരു ദിവസം പോലും ഓളെ വീട്ടിലേക്ക് നിൽക്കാൻ വിടൂല. ഓല ആങ്ങളാർ ഗൾഫിൽ നിന്ന് വരുമ്പോഴും ഒന്ന് പോയി വരിക അല്ലാതെ നിൽക്കുന്ന പരിപാടിക്ക് എനിക്ക് പറ്റൂലല്ലോ. ഓളിനത് ശരിയാവില്ലുമ്മ. സാജില്ലാതെ മോനെ 2 ദിവസം അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ പലവട്ടം പറയുമ്പോഴും പറയും അത് വേണ്ടുമ്മ, അത് അവളില്ല ശരിയാവില്ല. അങ്ങനെയുള്ള ആളിപ്പോൾ എന്താ ഇങ്ങനെ കിടക്കണത്? മക്കളെ, ഉമ്മച്ചിയെ വിളിച്ചു നോക്കി. ഉമ്മമ്മ, അത് അവിടുത്തെ ഉമ്മമ്മക്ക് സുഖമില്ലായിട്ട് ആണ് ഉമ്മ അവിടെ നിന്നത്. എന്തിനാ എൻ്റെ പൊന്നാര അലി ഇങ്ങനെ കിടക്കണം? മോനെണീക്ക്, ഓളങ്ങോട്ട് വന്നോളൂലേ. ഓളില്ലായിട്ടാണ് എനിക്ക് ഇത്ര വിഷമം. എന്നാൽ ഷോപ്പിൽ പോയിക്കോ. എന്താണിത്? മകൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും ആ ഉമ്മ അറിയുന്നതന്നെയല്ല. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് ഉമ്മ ആയത്തിൽ കുറിച്ച് ഓതിത്തരാം. എന്താ റബ്ബൻ്റെ കുട്ടിക്ക് പറ്റിയത്? മകൻ അലിയുടെ തലയിലേക്ക് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ഉമ്മ ഓതി കൊടുക്കുന്നു. ഊതി കൊടുത്തപ്പോൾ പറയുന്നു, പഠിച്ചോൻ എൻ്റെ കുട്ടിക്ക് എന്ത് വിഷമം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പഠിച്ച റബ്ബ് തീർത്തു കൊടുക്കട്ടെ. ഉമ്മാൻ്റെ കുട്ടി എണീറ്റാൾ. എന്താ അങ്ങനെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? ആ മാതാവിന് സങ്കടമായിപ്പോയി. പഠിച്ചോനെ, സാജിനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ ഇപ്പം ഇത് കഥ? ഇനിയിപ്പോൾ ഓളെ ഉമ്മാക്ക് സുഖമില്ലായിട്ട് ഓൾ നിന്നിട്ടിപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അത് മോശമാവുമോ? എനിക്ക് അറിയണില്ല. മോനെ, ഉമ്മാൻ്റെ കുട്ടിന്ന് പോയിക്കോളി, പോയി കൂട്ടിക്കൊണ്ടെന്നാളി. ഓളില്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയൂലേ? ഉമ്മ, അത് ഞാൻ പോയിക്കോളി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ലീവ് എടുത്തതാണ്. സത്യം പറഞ്ഞാൽ അലിക്ക് എന്തൊക്കെയോ തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ വലിയൊരു അപരാധമായി തോന്നി. ഏത് സമയത്താണ് റബ്ബേ എനിക്ക് ആ ഉമ്മയെ രക്ഷിക്കാൻ അങ്ങോട്ട് പോകാൻ തോന്നിയത്? വല്ലാത്തൊരു വിധിയായിപ്പോയി. ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. സാജി വിളിച്ച് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയി. ഉമ്മയെ അവർ ചെയ്യുന്നത് കണ്ടു. ജസ്റ്റ് അവരെ മുടിക്കെട്ടിന് പിടിച്ചു. അതേ ശരി തന്നെയാണ് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ പേര് വന്നത് മറ്റ് പലതും. റബ്ബേ, ഞാൻ നിരപരാധിയാണ്. എനിക്ക് അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല. എന്തിന്? പഠിച്ചോനെ റഹ്മാനെ, ഒരാളെ ജീവൻ രക്ഷിക്കാൻ വരെ ഞാൻ തുനിഞ്ഞത് വലിയൊരു അബദ്ധമായി പോയി എന്നെനിക്ക് തോന്നുകയാണ്. വേണ്ടാത്തൊരു പ്രവൃത്തിയായിപ്പോയി. പക്ഷേ ഞാൻ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ ആ ഉമ്മയുടെ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി അവരെന്ത് ചെയ്യാനും മടിക്കുകയുമില്ല. ഏതായാലും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി റഹ്മാനെ. പഠിച്ച റബ്ബേ, നീ എൻ്റെ നിരപരാധിത്വം തെളിയിക്കല്ല. വളരെയധികം വേദനയേറിയ മനസ്സുമായി അലി നേരെ ഷോപ്പിലേക്ക് പോകുവാൻ വേണ്ടി കുളിച്ചൊരുങ്ങുന്നു. മോനെ, ഒന്ന് പുറത്തിറങ്ങിക്കോ. ഈ ഇരുത്തിരുന്നിട്ട് എനിക്ക് സമാധാനമില്ല. ഒരു ദിവസവും വീട്ടിലിരിക്കല്ലേ. ഇന്നിപ്പോൾ എന്താ സാജിൻ്റെ വർത്താനം. ഏതായാലും അലി ഷോപ്പിലേക്ക് പോവുകയാണ്. വിഷാദമുഖവുമായി വളരെയധികം സങ്കടമുള്ള ആ ഒരു മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഉമ്മാക്ക് മനസ്സിലായിരുന്നു കാര്യങ്ങൾ. പഠിച്ചോൻ എന്തോ ഒന്നും എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയിരിക്കണേ, അല്ലാതെ ഓൻ അങ്ങനല്ല. നേരെ ഉമ്മയോട് പറയുന്നു, ഉമ്മ ഞാൻ പോയിട്ട് വരാം. ആ മോനെ പോയിക്കോളി. ഉപ്പയും പറഞ്ഞു, മോനെ എന്താ എനിക്ക് ഇന്നിപ്പോൾ എന്തിയേ? മഴ ആയിട്ടാണോ ലീവ് എടുത്തതിൻ്റെ? കുട്ടി പോയിക്കോളി, പോയി വരി. സാജി ഓളോട് വരൂലേ? ഓലെ ഉമ്മാക്ക് വയ്യാത്തോണ്ടല്ലേ പോയത്, അല്ലാതെ വെറുതെ തന്നെ ഇട്ട് പോലൊന്നുമില്ലല്ലോ. ഉപ്പ പോയിട്ട് വരാം. വിതുമ്പുന്ന ചുണ്ടുമായി അദ്ദേഹം യാത്ര പറഞ്ഞിറങ്ങി നേരെ ഷോപ്പിലേക്ക്. ഷോപ്പിൽ ആളുകൾ തൊട്ടടുത്തൊക്കെ ആയിട്ട്, അല്ല അലി ഇന്നെന്താ ഷോപ്പ് തുറക്കാത്തത്? ഞങ്ങൾ എത്ര വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ ഒരു വിശ്വാസമാണ്. എല്ലാം
കള്ളും ചതിയും വഞ്ചനയില്ലാത്ത സാധനങ്ങൾ മിതമായ നിരക്കിൽ നിൻ്റെ അടുത്തുനിന്നേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്തിനാണ് ഇത്ര വൈകിയത്, എന്ത് ലേറ്റായത്. പലരും അലിയുടെ സാധനത്തിന് വേണ്ടി അവിടെ തിക്കും തിരക്കുമാകാറുണ്ട് പല ദിവസങ്ങളിലും. കാരണം അത്രയ്ക്കും വിശ്വസ്തമായ രീതിയിലാണ് അദ്ദേഹം. അതുമാത്രമല്ല, എല്ലാവർക്കും സാധനം കൊടുക്കുമ്പോൾ കുറച്ചധികം കൊടുക്കും എന്നല്ലാതെ ഒരിക്കലും അത് കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ ന്യൂനതയുള്ള ഭക്ഷണം കൊടുക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഫ്രൂട്ട്സും പലചരക്കും ബേക്കറി ഐറ്റംസും അങ്ങനെ എല്ലാം ഒത്തുടങ്ങിയ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ഷോപ്പാണ് അലിയുടേത്. സമാധാനത്തോടു കൂടിയുള്ള ജീവിതം എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നതുപോലെയാണ് അലിക്ക് തോന്നിയത്. തൻ്റെ പ്രിയപ്പെട്ട സാജിയെ വിളിക്കണം, എനിക്ക് അവളോട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷേ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും അത് അവളോട് തുറന്ന് പറയണം. അതേ മാർഗമുള്ളൂ. റബ്ബേ, ഏത് സമയത്താണ് ഞാൻ ആ ഇബിലിസിൻ്റെ കെണിയിൽ പെട്ടതെന്ന് എനിക്കറിയുന്നില്ല. ഫസീല, അത് വല്ലാത്തൊരു സംഭവം തന്നെ. എന്തിനു വേണ്ടിയാണ് റബ്ബേ എല്ലാവരുടെയും കുടുംബജീവിതം തകർക്കുവാൻ വേണ്ടി അവൾ നിൽക്കുന്നത്? അവൾക്ക് കുടുംബജീവിതം നഷ്ടമായപ്പോൾ അവൾ ബാക്കിയുള്ളവരുടേത് എല്ലാം തകർക്കുവാൻ വേണ്ടി നിൽക്കുന്നു. സാജി വളരെയധികം വിഷമത്തിലാണ്. ഉമ്മ ചോദിച്ചു, മോള് ഇന്ന് പോകുന്നുണ്ടോ? ഉമ്മാക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഞാൻ ഇവിടെ കുറച്ച് നിൽക്കട്ടെ ഉമ്മ. എന്തേ മോളെ? ഒന്നുമില്ല എൻ്റെ പൊന്നുമോളെ, എനിക്ക് ബേജാറാണ്. ഉമ്മ, നിങ്ങൾക്ക് എന്ത് ബേജാറ്? സാജി കുറച്ച് ദേഷ്യത്തോടെയാണ് ഉമ്മയോടും പറഞ്ഞത്. മോള് പൊയ്ക്കോളി. ഉമ്മ, ഞാൻ ഈ പോണില്ല അയാളിപ്പോൾ. എന്താ മോളെ, എന്താണ് പ്രശ്നം? ഉമ്മ, എന്തിനാണ് ഫസീലത്തെ അങ്ങനെയൊക്കെ കാട്ടിയത്? പൊന്നുമോളെ, ഈ പഠിച്ചവനെ മറന്നൊന്നും പറയല്ലേ. ഓളെ സ്വഭാവം എനിക്കറിയില്ലേ? ഫസീലയുടെ സ്വഭാവം എനിക്കറിയണല്ലേ. ഓൾ ആരെങ്കിലും നേർക്ക് ജീവിക്കാൻ അയച്ചിക്കണോ? പൊന്നുമോള്, പഠിച്ചവനെ വിചാരിച്ച് എൻ്റെ ഭർത്താവിനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഓനെ. എനിക്ക് ഓളെ സ്വഭാവം എപ്പോഴും അറിഞ്ഞില്ലേ. ഉമ്മ, ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കി നിങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? പൂച്ചയുടെ തോലണിഞ്ഞ ചെന്നായ, അങ്ങനെ പലതും ഇക്കെ വളരെയധികം മോശമായി. അതിനൊക്കെ ഒരു ചാൻസ് ഉണ്ടായിട്ടല്ലേ എന്തിനാണ് ഓളെ പിടിക്കാൻ വന്നത്? ഹിക്കാക്ക് അവിടെ നിന്നൂടായിരുന്നു. മോളെ, എന്താ ഞാൻ ചെയ്യുക? ഒന്നും ഈ എൻ്റെ ഭർത്താവിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പാവാണ് ആ മനുഷ്യൻ. ഓരോ കുതന്ത്രങ്ങളാണ് അതൊക്കെ, ഐഡിയകളാണ്. പഠിച്ചോനെ, എല്ലാം കൂടി ആകെ പ്രശ്നത്തിലാണല്ലോ റബ്ബേ. എല്ലാം സമാധാനമായി ഒന്ന് വന്നതായിരുന്നു. എൻ്റെ നുസിക്ക് എന്താ പറ്റിയാവോ? ഓളൊരു ഭാഗത്ത്, സാജിദ് ഇവിടെ വീട്ടിൽ. റഹ്മാനെ, ഒരു ഭാഗം ക്ലിയറായി വരുമ്പോൾ ഒരു ഭാഗം ഇത് സങ്കടത്തിലാകാണല്ലോ. പഠിച്ചോനെ, ഈ പുത്തൻ വീട്ട് തറവാട്ടിൽ എന്നും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്കറിയുന്നില്ല. ഉമ്മ, നിങ്ങളൊന്നും മിണ്ടാതിരുന്നാണേ. എടി, ദയവായി എൻ്റെ മാപ്പിളുടെ അടുത്തേക്ക് പോക്. ദയവായി. എൻ്റെ അത്രക്കും എന്നെ നോക്കിയൊരു നന്ദിയില്ലല്ലോ എനിക്ക്. എന്നെ അത്രക്കും നോക്കി കൊണ്ടിടുന്നില്ലേ ഓന്. എന്നിട്ട് പോലും ചെറിയൊരു തെറ്റ് പറ്റി. ഉമ്മ, എന്തിനാണ് ഓളെ പിടിക്കാൻ പോയത്? മോനെ, ഒരിക്കലും പിടിക്കാൻ വന്നതല്ല മോളെ, പിടിച്ച് മാറ്റിയതാണ് ഓളെ. എന്നെ അത്രക്കും കൊല്ലാൻ വേണ്ടി നിൽക്കല്ലായിരുന്നോ ഓള്? വല്ലാത്ത സാധനം തന്നെയാണ്. ആരൊക്കെ കൊല്ലുന്നാവോ, കൊല്ലാക്കൊല ചെയ്യും. എന്തായാലും പിടിക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ മനസ്സിക്ക് വല്ലാതെ വിഷമമുണ്ട്. അത് എന്നെ ശരിയാണ്, അത്രക്കും ഒക്കെ നോക്കിക്കണ്. നല്ല രീതിയിൽ ഒരല്ലലും അലട്ടും ഇല്ലാതെ, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ നല്ല അന്തസ്സിലും നല്ല അഭിമാനത്തിലാണ് ജീവിച്ചു വന്നിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്തിനപ്പോൾ ഓളെടുത്തേക്ക് പോയത്? എൻ്റെ പൊന്നുമോളെ, നീ വിളിച്ച് പറഞ്ഞപ്പോൾ ഓടി വന്നതായിരിക്കടി അത്. എന്തൊക്കെ തന്നെയായാലും ഓളുടെ വോയിസ് ഉമ്മ കേട്ടില്ലേ? കുറേ ദിവസമായി എൻ്റെ നേർക്ക് അതിനു വേണ്ടി നിൽക്കണ്. ഇപ്പോഴും ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തു എന്നൊക്കെയല്ലേ പറയണത്. മോളെ, ഓളെ വാക്കി വിശ്വസിക്കരുത് കേട്ടോ. വെറും കള്ളത്തരം മാത്രം പറയുന്ന പെണ്ണാണ് അവളോളെ കാര്യം സാധിക്കാനും രക്ഷപ്പെടാനും വേണ്ടി എന്തും പറയും. ഓൾക്കിപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുക, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് ഓൾക്ക് രക്ഷ നേടുക എന്നുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ അതല്ല, അതിനപ്പുറവും ഓള് പറയും, ഫസീലെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? എനിക്ക് മനസ്സിലായതാ, പഠിച്ചതാ. അതുകൊണ്ട് ഓള് പറഞ്ഞ ഒരു വാക്കും ആയിഷ വിശ്വസിക്കൂല. എനിക്ക് അറിയാം ഓളെ സ്വഭാവം പണ്ടേ എന്നല്ല. ആദ്യമൊക്കെ എൻ്റെ നവാസിനോട് എന്നെക്കുറിച്ച് ഓരോ കളവുകളൊക്കെ പറഞ്ഞ് കൊടുത്ത് എന്നെ വിളിക്കും. എന്താ ഉമ്മ ഫസീലയോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയും, പൊന്നു മോനെ,
ഉമ്മ ചെയ്യാത്തതും പറയാത്തതും ഈ പറയല്ലോ, ചെയ്തത് പറഞ്ഞു ഒക്കെ ഓക്കെ. പക്ഷേ എൻ്റെ ഭാര്യ ഫസീലുണ്ടല്ലോ, ഓളെ വാക്കി വിശ്വസിച്ച് നടന്നാൽ ഈ എന്നെ ലാസ്റ്റ് പുറത്താവും. ഇപ്പം എന്തായി? ഒപ്പം കുറേ ഓൻ കൊണ്ടുവരുന്നു, നോക്കിക്കൊണ്ടിരുന്ന്, ഗൾഫിൽ കൊണ്ടുവരുന്നു, എവിടേക്ക് എന്തൊക്കെ ഓളെ ഇഷ്ടം പോലെ ആയിരുന്നു ഓന്. ഓളൊരു വര വരച്ച അതിൻ്റെ അപ്പുറത്തേക്ക് ഓൻ നീങ്ങൂലായിരുന്നു. അങ്ങനെയാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞിരിക്കുന്നു, മോനെ നല്ലതല്ല കേട്ടോ ഇത്. ഓള് ഒരു ദിവസം അന്നെ ഇട്ട് പോവും, ഇത് നോക്കിക്കോ, കരുതിക്കോ, കുറച്ചൊരു ലിമിറ്റ് ഉണ്ടായിക്കോട്ടെ ഓളെ കാര്യത്തിന്. ഓള് പറയണ എല്ലാത്തിനും ഈ മൂളി കൊടുക്കണ്ട, കുറച്ചൊരു ഇതുണ്ടായിക്കോട്ടെ. ഞാൻ ഓൻ്റെ തത്ത പറയുന്ന പോലെ പറഞ്ഞതാണ്. പക്ഷെ എന്തായി? ഓൻ കേട്ടില്ല. ഓൻ ആദ്യമൊക്കെ ഓൾക്കാൻ ചുമ്മാ അത് അവള് അത് ശരിയായിക്കോളും, അങ്ങനെ എന്തായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു. ഫസീല എന്ന് വെച്ചാൽ നവാസിനെ എങ്ങനെയായിരുന്നു. ഫസീല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമില്ലായിരുന്നു. ഇന്നെ വരെ ഓൻ പുറന്തള്ളി പറഞ്ഞിരുന്നു അന്നൊക്കെ. നിങ്ങളെന്തിനാ അമ്മ ഫസീലാന്ന് ഇങ്ങനെ ചീത്ത പറയുന്നത്? എന്ത് കാര്യത്തിനാണ്? ഓളിപ്പോൾ എന്ത് തെറ്റ് ചെയ്തത്? അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ ഞാനല്ല, ഓൾ ഇങ്ങോട്ടാണ് എന്നോട് ഓരോന്ന് എതിർക്കാൻ വരുന്നത്. പലവട്ടം പറഞ്ഞു നോക്കി. പക്ഷേ ഓനെ അതൊന്നും അന്ന് മനസ്സിക്ക് കൊണ്ടിരുന്നില്ല. ഞാൻ അന്നാ പറഞ്ഞ വാക്ക് പക്ഷെ എന്തായി? ഓള് പോയില്ലേ. ഓനെയും കുട്ടികളൊക്കെ ഇട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോയി താമസിക്കുക, ഓരോരുത്തരെ ഉപദ്രവിക്കുക, തരം കിട്ടിയാലോ. പഠിച്ചവനെ, ദുനിയാവിൽ ഇങ്ങനെയൊരു പെണ്ണുങ്ങളുണ്ടാവുമല്ലോ. റബ്ബേ, ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഷെറിൽ നിന്ന് കാക്ക് റബ്ബാനെ നീ. അല്ലാതെ വെറ്റുകളുടെ ഇടയിലൊന്നും മറ്റുള്ളവർക്ക്, ബാക്കിയുള്ളവർക്ക് സമാധാനത്തിൽ ജീവിക്കാനുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല റബ്ബേ. ഫസീലയുടെ കുതന്ത്രങ്ങളെക്കുറിച്ചും അവളുടെ തെറ്റുകളെക്കുറിച്ചും കളവുകളെക്കുറിച്ചും ഉമ്മ കുറേയൊക്കെ സാജിയെ ബോധ്യപ്പെടുത്തി. നിനക്കറിയുന്നതല്ല പെണ്ണെ, പിന്നെന്തിനാ നീ ഇങ്ങനെ കാട്ടുന്നത്? എന്താണെന്നറിയില്ല, അവൾക്ക് അവളുടെ ഭർത്താവ് അതുവരെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. സാജി ആലോചനയിലാണ്. ഓരോന്നവൾ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മ പലവട്ടമായി ഉപദേശിക്കുന്നു, സാജിയെ ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, അനക്ക് ഓനെ നഷ്ടപ്പെടും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഓന ആണുങ്ങളാണ്, ആണുങ്ങൾക്ക് എത്രയായാലും പെണ്ണുങ്ങളെ കിട്ടും. പക്ഷെ പെണ്ണുങ്ങളെ നമ്മൾ വാശിടിച്ചിട്ട് കാര്യമില്ല. ഓൻ വിളിക്കുമ്പോൾ ഈ പൊയ്ക്കോണം, മനസ്സിലായല്ലോ? ഉമ്മയുടെ ഉപദേശം. ഉമ്മ, നമ്മൾ ഉപ്പ അങ്ങനെ കട്ടിങ്ങ് കഴിയോ? ഒന്ന് പറയുങ്ങള്. പൊന്നു മോളെ, അവൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? ഉമ്മ, നിങ്ങളെന്നോടൊന്നും പറയണ്ട. ഉമ്മക്കറിയില്ല അതിൻ്റെ മനോവേദന. എനിക്കിതുവരെ ഒന്നുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഉമ്മ എന്തായാലും വേണ്ടിയില്ല. ഉമ്മ, ഒരു പെണ്ണായിട്ടുള്ള കച്ചറ അതിതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉമ്മ ദയവായി ഈ ഒരു കാര്യത്തിൽ എന്നോടൊന്നും പറയരുത്. അവൾ സങ്കടത്തിൽ തന്നെയാണ്. ഐഷുമ്മാക്ക് അത് വല്ലാത്തൊരു ടെൻഷനായി. പഠിച്ചോനെ, എൻ്റെ മരുമകനെ വിളിച്ചിട്ടെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണം. ഇനിയിപ്പോൾ ഞാൻ അതിൽ ഇടപെട്ടിട്ട് എന്തേ ആയാൽ എൻ്റെ നേരത്തെ കേൾക്കാറുള്ളൂ. ഞാൻ ഒന്ന് നിൽക്കണില്ല റബ്ബേ. ഏതായാലും ഷമ്മാസിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്തൊക്കെ സ്ഥിതിഗതികളാവോ റഹ്മാനെ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് വന്നപ്പോത്തിന് ഒരു ഭാഗത ഇങ്ങനെ ആയി തുടങ്ങി. അങ്ങനെ അതാ ഉമ്മ ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ മോനെ, ഷാമോനെ. ആ ഉമ്മ, എന്താടാ, എന്താ പറ്റിയത്? അതൊന്നുമില്ല അമ്മ, അത് ചെറിയൊരു ഇഷ്യൂസ്. അത് എന്തേ? അല്ലേ, അത് കാര്യമായിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അവൾക്ക്. റെസ്റ്റോ? അത് അവൾക്ക് എന്തോ അറിയുന്നില്ല, അവളുടെ യൂട്രസിന് എന്താ ശേഷിയില്ലാന്നോ എന്തൊക്കെ പറയുന്നത്. പിന്നെ റെസ്റ്റ് വേണ്ടി വരും, അവൾക്ക് ഇങ്ങനെ തല കീഴായി കിടക്കേണ്ടി വരും, ഇഷ്ടികയിലിട്ട്, അങ്ങനെയൊക്കെ പറയണത്. എന്താ അറിയുന്നില്ല. പഠിച്ചവൻ്റെ അടുത്ത് എല്ലാം പഠിച്ചവൻ്റെ വിധി പോലെ വരുമ്മ. പഠിച്ച റബ്ബേ, ഞാൻ എന്തേ കേൾക്കണത്? ആയിക്കോട്ടെ മോനെ, ഇങ്ങോട്ട് കൊടുന്നാളെ, ഓളെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ കുട്ടീനെ ഞാൻ നോക്കിക്കോളാം, ഇങ്ങോട്ട് കൊണ്ടുവരും. കാരണം ഓൾ എന്നെ നോക്കിയതാണ്, ഓളെങ്ങനെ വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. പൊന്നു മോനെ ഇങ്ങോട്ട് കൊടുന്നാളി കേട്ടോ. ഓലെ വീട്ടിലേക്കൊന്നും പറഞ്ഞേക്കണ്ട, ഓലെ ബുദ്ധിമുട്ടാക്കണ്ട, നമ്മളെ കുട്ടിയല്ലേ. ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് കൊടുന്നാളി, ഞാൻ ഓളെ എങ്ങനെ വെച്ചാൽ നോക്കിക്കൊണ്ട്. ഇന്ന അത്രക്കും സുഖമില്ലാത്ത സമയത്ത് ഫൈസലെ ഒഴിവാക്കിയിട്ട് വരെ തിരിഞ്ഞു നോക്കാത്ത ഓള് ഓട്ടോ വിളിച്ച് ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും കൂടെ വന്ന് ഹോസ്പിറ്റലിൽ നിന്നവളാണ് ഓള്. അതൊരിക്കലും ഈ ഐഷ മറന്നിട്ടില്ല. ഐഷമ്മക്ക് മറക്കാനും കഴിയൂല. ഉപകാരം ചെയ്തത് ഒരിക്കലും ഐഷമ്മ മറക്കൂല. എൻ്റെ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം, ഇങ്ങോട്ട് കൊണ്ട്. ഉമ്മ, നമ്മളെ വീട്ടിലാവും, ഉമ്മാക്കതൊരു ബുദ്ധിമുട്ടല്ലേ. ഉമ്മാക്ക് വീട്ടിലെ ജോലിയും കാര്യങ്ങളും ഇപ്പോഴെങ്കിൽ ജമീലത്താത്തിമല്ലേ. പൊന്നു മോനെ, എന്താ വെച്ച് വിളമ്പാൻ എനിക്ക് കഴിയുമല്ലോ, വെച്ച് വിളമ്പ് തിന്നാൻ കൊടുക്കാൻ എനിക്ക് കഴിയും. നിങ്ങളെ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഓളെ ഞാൻ നോക്കും. പൊന്നുമോൻ കൊണ്ടുവര്, എന്തായാലും വേണ്ടിയില്ല, ഓളെ അങ്ങോട്ട് കൊണ്ടുവരണം. ഓലെ വീട്ടിലേക്കല്ല, ഇങ്ങോട്ട് കൊണ്ടുവരണം. അതായിരുന്നു ഉമ്മ പറഞ്ഞത്. ഉമ്മ, അത് ബുദ്ധിമുട്ടായിരിക്കുമാ.
ഉമ്മക്ക് അത് അവളവിടെ നിന്നോട്ടെ, അവളുടെ വീട്ടിൽ. മോനെ മോനെ അത് വേണ്ട വേണ്ട, എനിക്ക് ഈ ഉണ്ടല്ലോ ഇവിടെ, ഈ ഉണ്ട്, പിന്നെ എന്താ ഞാനും ഉണ്ട്, ഞമ്മക്ക് നോക്കാമല്ലോ ഓളെ. എന്തായാലും വേണ്ടില്ല, ഇനി ഓൾ കെടുക്കുകയാണെങ്കിൽ എന്തായാലും ഓളെ കാര്യം ഞാൻ ചെയ്തോളാം. കാരണം ഓൾ എനിക്ക് വേണ്ടി അത്ര കഷ്ടപ്പെട്ടിക്കണം. എന്നാൽ ഹോസ്പിറ്റലിലൊക്കെ പേടിച്ച് ജീവിച്ചിട്ട് മറ്റോ കയറി വരുമോ എന്നുള്ള പേടിയുണ്ട്, ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയുണ്ട്. അത്ര സഹിച്ച് പെൺകുട്ടിയാണ് ഓള്. ആ പെൺകുട്ടിക്ക് പഠിച്ചോ കുഴക്കൂല. അതുകൊണ്ട് എൻ്റെ പൊന്നു മോനെ ഓളെ കൊണ്ടുപോവാ. ഉമ്മയുടെ ആ ഒരു വാക്ക് ഷമ്മാസിൻ്റെ മനസ്സിൽ ചെറിയൊരു ആശങ്ക പടർത്തിയെങ്കിലും ഷമ്മാസിന് അല്പം ധൈര്യം കിട്ടിയതായി തോന്നി. അല്ലാതിപ്പോൾ എന്ത് ചെയ്യുക, എനിക്കറിയുന്നില്ല. അങ്ങനെ അതാ ഡോക്ടർ വന്ന് കാര്യങ്ങൾ പറയുന്നു. പിന്നെ നുസീബയുടെ കൂടെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകണതിന് കുഴപ്പമില്ല, പക്ഷേ ഒരു പാട്ട വെള്ളം പോലും നിങ്ങൾ എടുക്കുവാൻ സമ്മതിക്കരുത്. അതായത് നിങ്ങൾ അത്രക്കും റെസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു കുഞ്ഞ് ബാക്കിയുള്ള ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ, ബാക്കി അത് കംപ്ലീറ്റ്ലി ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ അതിനിടയ്ക്ക് ഭാരമുള്ളതിനെ പൊന്തിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ ഇവിടെ ഒരു 4-5 മാസം കൂടി ഇവിടെ കിടക്കാം. ഇനിയിപ്പോൾ 8 മാസത്തിൽ ഡെലിവറി നടന്നാലും കുഴപ്പമില്ല. നമുക്ക് കുഞ്ഞിനെ അങ്ങനെ ICUയിലിട്ടും വെന്റിലേറ്ററിലൊക്കെ ഇട്ട് വളർത്തിയെടുക്കാം, അതൊന്നും നോ പ്രോബ്ലം. പക്ഷേ കുഞ്ഞിൻ്റെ ആരോഗ്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത്രക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് 1 നാളെയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകാം. ഷമ്മാസിന് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നായിപ്പോയി. എന്നാൽ നുസൈബയുടെ ഉമ്മ പറഞ്ഞു, ആയിക്കോട്ടെ ഞങ്ങൾ എങ്ങനെ വെച്ചാൽ നോക്കിക്കോളാം. ഇനിയിപ്പോൾ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ അത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, ഹോസ്പിറ്റലിലാണെങ്കിൽ ഞാൻ അവളെ നോക്കിക്കോളാം, സിസ്റ്റർമാരൊക്കെ നോക്കണമെങ്കിൽ നോക്കിക്കോട്ടെ. അത് വേണ്ട, മോൾ വീട്ടിലേക്ക് തന്നെ വന്നോട്ടെ. പിന്നെ ഉമ്മ, എൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു അവളെ അങ്ങോട്ട് കൊണ്ടുവരാൻ. പഠിച്ചോനെ, ഈ റെസ്റ്റ് ആയിക്കൊണ്ട് എങ്ങനെ ഉമ്മാക്ക് നോക്കാൻ കഴിയും, സുഖമില്ലാത്ത ഉമ്മാക്ക്? എന്തായാലും കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. അത്രക്ക് ഉമ്മ വാശി പിടിക്കുന്നുണ്ട്, അവൾ ഇവിടെ നിന്നോട്ടെ, ഒക്കെ ക്ലിയറായിട്ട് പോകാമെന്നൊക്കെ പറയണത്. എന്താ ഞാൻ ചെയ്യുക? പൊന്നുമോനെ അത് വേണ്ടടാ, പെറ്റുമ്മ ഞാൻ ഉണ്ടല്ലോ. പെറ്റുമ്മാരുണ്ടാകുമ്പോൾ മക്കൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഞാനല്ലേ ഏറ്റവും നല്ലത്. ഉമ്മ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങളും ഉമ്മയും കൂടെ സംസാരിച്ചോളൂ, ഞാൻ അതിൽ ഇടപെടുന്നില്ല, എനിക്കിതിൽ ഇടപെടാൻ കഴിയുന്നില്ല. എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ നമ്പറിലേക്കും ഒരു റോങ് നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു. അതേ, പെങ്ങളെ ഭർത്താവുണ്ടല്ലോ, സാജിയുടെ ഭർത്താവ് അലി എന്നെ കയറി പിടിച്ചു. ഇതാണ് നിങ്ങൾ നല്ല ഉത്തമ പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നിങ്ങളുടെ അളിയൻ്റെ പവർ. അയ്യേ, നാണം കെട്ട വർഗം, നിങ്ങളുടെ കുടുംബം മൊത്തം ഇങ്ങനെ തന്നെയാണല്ലോ, ഒന്നല്ലെങ്കിൽ ഒന്ന്, ഓരോരുത്തരുടെ ഓരോ സ്വഭാവം. എന്തൊരു നാണക്കേടാണിത്. ഞാനിത് എല്ലായിടത്തും പറഞ്ഞു പരത്തും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഷമ്മാസും ആ ഒരു വോയിസ് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. പഠിച്ചോനെ, അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഇതാ സീരത്തിയുടെ വോയിസ്. എന്താണ് ഈ ഇത്താക്ക്, എന്തിൻ്റെ കേടാണ് റബ്ബേ. അപ്പോൾ തന്നെ ഷമ്മാസ് അത് ഡിലീറ്റ് ചെയ്യുന്നു. അവൻക്കത് കേൾക്കുവാനേ കഴിഞ്ഞില്ല. പകുതി കേട്ടപ്പോഴേക്കും അവൻക്ക് മടുത്തു പോയി. എല്ലാം കൂടെ തലക്കാകെ ഭ്രാന്തായി. ഒരു ഭാഗത്ത് നുസൈബയുടെ പ്രശ്നങ്ങൾ, ഒരു ഭാഗത്ത് സാജിത്യയുടെ ഭർത്താവ് കയറി പിടിച്ചെന്നുള്ള ആ ഒരു വാക്കുകൾ. റബ്ബേ, ഷമ്മാസിന് തലയാകെ പെരുക്കുന്നത് പോലെ തോന്നി. യാ അല്ലാ, എന്താണിതൊക്കെ എങ്ങനെ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അവൻ പടച്ച റബ്ബിൽ എല്ലാം ഭരമേൽപ്പിച്ചു. പള്ളിയിൽ നിന്ന് ബാങ്കുലി കേൾക്കുന്നു. ഷമ്മാസിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് തകർന്നു പോയി എന്ന് തന്നെ പറയാം. കാരണം മറ്റൊന്നുമല്ല, റബ്ബേ, എല്ലാം കൂടി ആലോചിച്ചിട്ട് പഠിച്ചോനെ, എന്താ സാജിയുടെ അവസ്ഥാവോ? സാജി ഇതെല്ലാം വിശ്വസിക്കോ? എനിക്കറിയുന്നില്ല. ഷമ്മാസിൻ്റെ മനസ്സിലും വല്ലാത്തൊരു ഇടങ്ങാറാണ് ആയിപ്പോയത്. കാരണം അളിയനെക്കുറിച്ച് ഇതുവരേക്കും നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ്. അളിയനെ പോലെ എന്നൊരു ചൊല്ലുണ്ട്, പക്ഷേ ആ ഒരു പേരും തകർക്കാൻ അവൾ ഒരുങ്ങിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമം എല്ലാം കൂടി കേട്ടപ്പോൾ. അവൾ അയച്ച ആ ഒരു മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. പഠിച്ചോനെ, ഇവൾ ആർക്കൊക്കെയാണ് ഇത് വിട്ടുകൊടുത്തിട്ടുള്ളത്? എല്ലാവരുടെയും മനസ്സിൽ തെറ്റിദ്ധാരണ പരത്തുക എന്നതാണ് അവളുടെ ലക്ഷ്യം, ഉദ്ദേശം. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷമ്മാസ് പറയുന്നു,
നസീബ, ഞാനൊന്ന് വീട്ടിൽ പോയി വരാട്ടോ. ഇക്ക, നിങ്ങൾ പോവുകയാണോ? അവൾക്ക് സങ്കടമായിരുന്നു. അവളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു ഷോക്ക് അതവൾക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു കുഞ്ഞിനു വേണ്ടി. അതിലേറ്റവും കൂടുതൽ സങ്കടം ഉമ്മാക്കായിരിക്കും. ഞാനൊന്ന് വീട്ടിൽ പോയി വരാം, നാളെയല്ലേ ഡിസ്ചാർജ്. ഇക്ക, എന്നാ പോയിട്ട് വരി. അങ്ങനെ അതാ അവൾ വീട്ടിലേക്ക് പോകുവാൻ ഇക്കയോട് പറയുന്നു. ഷമ്മാസ് നേരെ വീട്ടിലേക്ക് പോകുന്നു. സിറ്റ് ഔട്ടിൽ തന്നെ ഉമ്മ ഇരിക്കുന്നുണ്ട് വിഷാദ മുഖവുമായി. ഷമ്മാസിനെ കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു, മോനെ. ആ ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, നിങ്ങളുടെയൊക്കെ സുഖമായില്ലേ? ആ മോനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എവിടെ ഇത്തെവിടെ? സാജിദ ഓളതവിടെ അകത്ത്. നേരിയതാ ഷമ്മാസ് അവളുടെ അരികിലേക്ക് പോകുന്നു. സാജിദ, ഇത്ത, നിങ്ങൾ എന്ത് പ്രശ്നത്താ? ഇനി എന്താ പ്രശ്നമാകാൻ? എല്ലാവരും പറഞ്ഞിപ്പോൾ ഏതായാലും സമാധാനമൊക്കെ പോയി കിട്ടിയില്ലേ? എപ്പോഴും നല്ലത് പറഞ്ഞായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ അളിയൻ്റെ സ്വഭാവം? സാജിത്യയുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസ് ശരിക്കും ഞെട്ടിയെന്ന് മാത്രമല്ല, സാജിത്യയോട് പറയുന്നു, സാജിദ വിശ്വസിക്കരുത്. ഫസീല പറയുന്നത് ആയതുകൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കരുത്. ബാക്കി ആരൊക്കെ തന്നെ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിച്ചോളൂ. പക്ഷേ ഫസീലത്ത് പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. കാരണം അത്രക്കും വലിയ കളവുകളായിരിക്കും അവർ പറയുക. ഞാൻ എൻ്റെ ഇത്താത്തി ആയതുകൊണ്ട് സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾ ഇക്കയുടെ അരികിലേക്ക് തിരിച്ചു പോകണം. എന്താ ഷമ്മാസ്, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, നിനക്കൊരു ഭാരമായില്ലേ? നീയും നിൻ്റെ ഭാര്യയൊക്കെ സന്തോഷത്തോടെ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നിട്ടായിരിക്കില്ലേ? ഇത്താ, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പം നിങ്ങളുടെ ചിന്താഗതി അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം അവൾ കരുതിക്കൂട്ടിക്കൊണ്ട് ഈ കുടുംബത്തിലെ എല്ലാവരെയും നാറ്റിക്കാനാണ് അവളുടെ പ്ലാനിങ്. അതെ, മൊത്തത്തിൽ അവൾ ഇറങ്ങിയ വീടായതുകൊണ്ട് തന്നെ ഇവിടെ അവൾക്ക് പരിഗണന കിട്ടാത്തത് കൊണ്ടും അവൾ എല്ലാവർക്കെതിരെയും ഓരോന്ന് തേച്ചൊട്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കുടുംബത്തിലെ തന്നെ ഏറ്റവും നല്ലവനായി നിന്നിരുന്ന അളിയനെതിരെ ആ ഒരു പരാമർശം അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിപ്പോയി. പക്ഷെ മറ്റൊരാളുമായി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പക്ഷേ സംശയം ഉളവാകുമായിരുന്നു, ചെറിയൊരു വേദന ഉണ്ടാകുമായിരുന്നു. എന്നാലും എൻ്റെ അളിയൻ അങ്ങനെ ചെയ്തല്ലോ. പക്ഷെ ഇവളായതുകൊണ്ട് വിശ്വസിക്കാൻ പ്രയാസമാണ്. മോനെ, നിനക്കറിയായിട്ടാടാ, ശരിക്കും അവൾ പറഞ്ഞല്ലോ കുറേ ദിവസം ഇതിനു വേണ്ടി കാത്തുക്കുന്ന ഒരു ചാൻസിന് വേണ്ടി കിട്ടിയപ്പോൾ പിടിച്ചു എന്നെന്ന്. അപ്പോൾ അതെന്തൊരു മോശമാണ്. എനിക്ക് അയാളെ കാണുന്നു വേണ്ട, മുഖത്തേക്ക് തന്നെ നോക്കണ്ട. സോലിഹായ മനുഷ്യന് അങ്ങനെ എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പുകഴ്ത്തിയിരുന്നപ്പോൾ കണ്ടില്ലേ? തരം കിട്ടിയപ്പോൾ ഓളെ തൊലിവെളുപ്പിന് കണ്ട് മയങ്ങിയിട്ടുണ്ടാവും. കുറച്ച് തടിയും തൊലിവെളുപ്പും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങളും വീഴുന്ന ഓളും വിചാരം ഉണ്ടാവും. ഓളെ എങ്ങനെയൊക്കെയാവും നിന്നിക്കണതേ. ഒന്നും ഇങ്ങോട്ട് മര്യാദക്ക് ആ പെണ്ണൊന്ന് ചിരിച്ച് കാണിച്ചാൽ ആൾക്കാർ വീഴും. ആ ടൈപ്സിലുള്ള സ്വഭാവമല്ലേ ഓൾഡ്. എന്താണെന്ന് കാട്ടിക്കൂട്ടി എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞ രണ്ടാളോടും വെറുത്തു. ഫസീലയും വെറുത്തു, എൻ്റെ ഹസ്ബൻഡിനെയും വെറുത്തു. എനിക്ക് രണ്ടാളും വിശ്വസിക്കാൻ വയ്യ. ഷമ്മാസേ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്കെൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല, ഫസീലാനും വിശ്വാസമില്ല. രണ്ടാളെന്ത് പ്ലാൻ ചെയ്ത് നമുക്കറിയോ? ഇല്ലല്ലോ. അത് സാജിത്ത, നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. ഒരിക്കലും നിങ്ങൾക്ക് 2 മക്കളല്ലേ, ആ മക്കൾ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ തിരിച്ചു പോയിക്കോളേ. ഷമ്മാസേ, ആർക്കും ഭാരമായിട്ട് ഞാൻ അവിടെ നിൽക്കണില്ല, പോരെ. അങ്ങനെയല്ലെത്താ, അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും. എന്തിന് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ പിടിക്കാൻ പാടുണ്ടടാ? നീ പിടിച്ചാലും നുസൈബാക്ക് പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാജിദ ഷമ്മാസിനോട് ചൂടാവുകയാണ് ചെയ്തത്. ഇത്താ, ദയവായി മെല്ലെ പറയൂ. എല്ലാവരും കേൾക്കട്ടെ, എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. നാടൊട്ടൊക്കെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ ഓള്. എനിക്കാകെ നാണക്കേടായിപ്പോയി. ഞാൻ എങ്ങനെ ഒരാളെ മുഖത്തേക്ക് നോക്കുക? എല്ലാവരും പറയില്ലേ, ഇവളെ ഭർത്താവല്ലേ ഓള് ആങ്ങളുടെ വൈഫിനെ കയറി പിടിച്ചത് എന്നുള്ള ആ ഒരു പേര് വന്നില്ലേ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്നില്ല, ഞാൻ പോണമില്ല. എനിക്ക് എവിടേക്കും ഒരാളെ മുഖവും കാണണ്ട, ഒന്നും കാണണ്ട. എന്ത് സൈക്ക് ഷമ്മാസേ, ഒരു പെണ്ണിനെ നോക്കുന്നതും ഒരു പെണ്ണിനെ തൊടുന്നതും അതെനിക്കിഷ്ടമല്ല. ബാക്കി എന്തും ചെയ്തോട്ടെ. ഇത്താ, അത് നടന്നിട്ടില്ല. പിന്നെന്താ ഷമ്മാസേ, പിടിച്ച് മാറ്റി എന്നൊക്കെ പറഞ്ഞല്ലോ. ആർക്കറിയാം എങ്ങനെ ഏതൊക്കെയാണ്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ.
ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മാക്ക് ശരിക്കും ഒരു ഉത്തരമല്ല. ഉമ്മ പറഞ്ഞാൽ അബോധാവസ്ഥയിലായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഉമ്മ ശരിക്കും പറഞ്ഞില്ല. എല്ലാവരും ഒത്തുകളിയാണെന്നാണ് തോന്നുന്നത്. എന്താ ഇത്ത നിങ്ങളിങ്ങനെ സ്വന്തം ഉമ്മയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഷമ്മാസേ, ഇനി ഈ ആയിട്ട് എന്താ നിങ്ങളെല്ലാവരും എൻ്റെ ഭാഗത്തെന്തായാലും നിൽക്കാത്തത്? ഒക്കെ അളിയൻ്റെ ഭാഗത്താണ് നിന്നോളി. ഫസീലത്തിയുടെ സ്വഭാവം അറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്. ആർക്കറിയാം ഓല് രണ്ടാളും എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്കറിയോ? ഓല് ഫോൺ വിളിക്കുന്നുണ്ടോ, ചാറ്റ് ചെയ്യുന്നുണ്ടോ, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഇനി കേൾക്കന്നെ വേണ്ട. എൻ്റെ മനസ്സ് ഒരു മുടി കുടുങ്ങിയ പോലായി എനിക്ക് എൻ്റെ അവസ്ഥ. സാജിദ അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. സാജിദ പ്ലീസ്, നിങ്ങൾ തിരിച്ചു പോകണം ദയവായിട്ട്. മോനെ, ഉമ്മ വിളിക്കുന്നു. ആ ഉമ്മ. ഷാമോനെ, ഓളോട് പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ല. ഓൾ ആ ഒരു ഷോക്കിലാണ്. ഏതൊരാണുങ്ങളും സ്വന്തം ഭർത്താവോ അങ്ങനെ കാട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സിക്കൊരു വേദന വരുമല്ലോ. ആ ഒരു വേദനയാണ് ഇപ്പോൾ ഓൾ നിൽക്കുന്നത്. സത്യം ഏതാന്ന് എന്താ ഓൾക്ക് അറിയില്ല. ഓള് സത്യം ഇങ്ങോട്ട് തെളിയുമ്പോൾ ഒക്കെ മനസ്സിലാകുമ്പോൾ ഓളോട് ശരിയായി വന്നോളും. അതുവരെ അങ്ങനെ ഉണ്ടാവും. ആർക്കായാലും വേദന ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങളായാലും അങ്ങനെ തന്നെ. നമ്മളെ ഏതെങ്കിലും ആണുങ്ങൾ ഇതാക്കി തന്നെ നമുക്കൊരു വേദന ഉണ്ടാവില്ലേ? അങ്ങനെ തന്നെ ആ ഒരു മനസ്സിക്ക് വേദന ഇതുവരെ ഒന്നും ഓൾക്കൊരു ജീവിതത്തിലെ ഒരു വിഷമം അനുഭവിപ്പിക്കാതെ ഓൻ വളർത്തിയുണ്ടാക്കി. ഇപ്പം ഇങ്ങനൊരു പേര് വന്നപ്പോൾ ഓൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. മാനസികമൊന്നും ആകാഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെ ആയിട്ട്. എന്നാൽ ഈ സമയം അതാ സാജിയുടെ ഫോണിലേക്ക് അളിയൻ വിളിക്കുന്നു. ഫോൺ എടുക്കുന്നേ ഇല്ല. ഇതാ ഫോണ്. ഷമ്മാസ് ഫോൺ എടുക്കുന്നു. നിന്നോട് ആരാ എടുക്കാൻ പറഞ്ഞത്? അതവിടെ അടിച്ചോട്ടെ, എനിക്കിപ്പോൾ എന്താ? ഷമ്മാസിനെ ചീത്ത പറയുകയാണ് പെങ്ങൾ. വീണ്ടും വിളിച്ചപ്പോൾ ഷമ്മാസ് ഫോൺ എടുത്തു. ഹലോ. ആ അളിയ, പിന്നെ ആരാ? ഇത് ഷാമോനാണ്. ആ ഷാമോനെ, നീയെങ്കിലും ഇടാ എന്നൊന്ന് മനസ്സിലാക്കണം. അളിയ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുണ്ട്. അവരുടെ സ്വഭാവം അത് അവരങ്ങനെ ആക്കി മാറ്റി. എടാ, അത്രക്കും നാണക്കേടിലാക്കി. ആരെന്ത് പറയുകയാണെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഭാര്യ, എൻ്റെ സാജി എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് വിഷമമല്ല. ബാക്കി ആരും എന്തും പറഞ്ഞോട്ടെ. അളിയ, സാരല്ല. ആ ഭ്രാന്തത്തിയുടെ സ്വഭാവം നിങ്ങൾക്കറിയുന്നല്ലേ. എല്ലാവരെയും ഓള് വെറുപ്പിക്കുകയാണ്, തമ്മിൽ തെറ്റിപ്പിക്കുക. അങ്ങനത്തെ ഒരു സാധനമാണത്. പഠിച്ചോൻ അങ്ങനെയും ഓരോരുത്തരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. മോനെ, ഷാമോനെ, ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇത്തിയുടെ കാല് ചെന്ന് പിടിക്കാം. എൻ്റെ സാജിയുടെ, എൻ്റെ പെങ്ങളെ, എന്തും. കാരണം അത്രക്കും എനിക്ക് ഉറപ്പുണ്ടേ എൻ്റെ ഭാഗത്ത് നെഗറ്റീവ് ഒന്നും തെറ്റ് പറ്റിയിട്ടില്ലടാ. ഉമ്മയുടെ അടുക്കൽ നിന്ന് പിടിച്ച് മാറ്റി എന്നുള്ളത് ശരിയാണ്. അല്ലാതെ ഞാനൊന്നും അളിയ അറിയാം. നിങ്ങൾ വിഷമിക്കാതിരിക്കും. സത്യം പുറത്തു വരും എന്നെങ്കിലും. ഇത് 1, 2, 3 സത്യങ്ങളല്ല ഇവളുടെ തെളിയിക്കാനുള്ളത്. ഒരുപാടുണ്ട്. അഥവാ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ജീവപര്യന്തം ശിക്ഷയായിരിക്കും കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കുകയില്ല. അത് എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാകും. എല്ലാം കാണുന്ന ഒരുവൻ മുകളിലുണ്ടല്ലോ, പടച്ച റബ്ബ്. ആ കാട്ടാനുള്ളൊക്കെ അവൾ കാട്ടട്ടെ, ചെയ്യാനുള്ളത് ചെയ്യട്ടെ. അവസാനം ഒരു പൂട്ടിടലായിരിക്കും. ഹുസൈനാജി മൂലക്കൽ അവിടെ ബന്ധ രീതിയിൽ ഇരിക്കുന്നുണ്ടല്ലോ, പൊള്ളലേറ്റ മുഖവുമായി. ഒരാൾക്കും മുഖം കൊടുക്കാൻ കഴിയാതെ, ഒരാൾ മുഖത്തേക്ക് നോക്കാത്തൊരവസ്ഥയിൽ ഒരുപാട് ആൾക്കാർ ഉപദ്രവിക്കുമ്പോൾ പടച്ച റബ്ബ് അവസാനം കൊടുക്കുന്ന ശിക്ഷയാണത്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ? അങ്ങനെയായി. ആ ആൾക്ക് തന്നെ അതാ വീണ്ടും വരാൻ കിട്ടും. നമ്മളൊന്നും പ്രാർത്ഥിക്കൊന്നും വേണ്ട. പടച്ച റബ്ബ് എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് അളിയ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. അളിയനെ ക്ഷമിക്കേ. ഷാമോനെ, നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അവളോട്. അളിയൻ്റെ ദയനീയമായ ആ ഒരു വാക്ക് ഷാമോൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് തറച്ചു പോയി. നിങ്ങൾ അളിയനൊന്ന് മനസ്സിലാക്കണം. ദയവായി ഫസീലത്തിയുടെ വിഷയത്തിലേക്ക് അളിയനെ അവൾ വലിച്ച് ഇഴച്ചത് ശരിയായില്ല. അത് നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ആർക്കും നോ പ്രോബ്ലം. അതായത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു പക്ഷേ അളിയൻ്റെ ആ ഒരു പിടുത്തം കൊണ്ടായിരിക്കും ഉമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊന്നാലോ അവൾ? അപ്പോൾ അതിനേക്കാൾ വലിയൊരു ഖേദാവില്ലേ? ഉമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അളിയൻ അങ്ങനെ ചെയ്തത്? ഒന്ന് ആലോചിച്ചൂടെ ഷമ്മാസേ, ഈ മിണ്ടണ്ട. എല്ലാവരും അളിയൻ്റെ ഭാഗമാണ് കൂടിക്കോളി. ഫസീലും അദ്ദേഹവും എന്തോ ബന്ധമുണ്ട്. അല്ലാതെ പറഞ്ഞിട്ടില്ലേ കുറേ ദിവസമായി അതിന് നിൽക്കണ്, ഇപ്പോഴാണ് ചാൻസ് കിട്ടിയതെന്ന്. എനിക്ക് കേൾക്കണ്ട. അവൾ പൊട്ടിക്കരഞ്ഞു. ദയവായി നിങ്ങൾ ഈ വിഷയത്തിൻ്റെ പേരിൽ ഇവിടെ നിൽക്കരുത്.
ഷമ്മാസിൻ്റെ ആ ഒരു വാക്ക് കേട്ട് അവൾക്ക് സങ്കടം വന്നു. ഇല്ലടാ, ഞാൻ പോയിക്കോളാം, ഇവിടെ നിൽക്കണില്ല. അതേ, ഈ വീട് എനിക്ക് കൂടെ അവകാശപ്പെട്ടാണ് കേട്ടോ, ആദ്യം മറക്കണ്ട. ഉപ്പുണ്ടാക്കിയ വീടാണിത്, അല്ലാതെ നിങ്ങളുടേത് ആരതുമല്ല. ഇത്ത, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. വേണ്ട. അവൾ കരഞ്ഞുപോയി. ഷമ്മാസി എത്രയൊക്കെ തന്നെ പറഞ്ഞ് അവളെ ശരിയാക്കുവാൻ ശ്രമിച്ചിട്ടും അവൾക്ക് അത് മായുന്നില്ല. ഫസീലയും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അവൾ വിചാരിക്കുന്നത്. ആ രീതിയിലായിരുന്നു ഫസീലയുടെ ആ ഒരു വോയിസ്. ഓരോ കുടുംബങ്ങളും കലക്കുക, തെറ്റിപ്പിരിക്കുക എന്നുള്ള രീതിയിലാണ് ഫസീല മെനക്കെട്ടിരിക്കുന്നത്. തനിക്ക് ഏതായാലും കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ഇനി ഒരാൾക്കും കുടുംബബന്ധം ഉണ്ടാവരുത്, എല്ലാവരും തകർന്നു പോകണം എന്നുള്ള രീതിയിലാണ് അവളുടെ മുന്നൊരുക്കങ്ങൾ. ഫസീലയെ ഒതുക്കുവാൻ ആര് വരും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.